നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് അലീനയുടെയും മണിശങ്കറിന്റെയും വേദയുടെയും വിക്രത്തിന്റെയും സുധിയുടെയും സുധീഷിന്റെയും നിധിയുടെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവര് ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോയാലോ? അങ്ങനെ നാളെ നമ്മൾ കാണുന്നേ ആദർശ് നയനയെ വിളിക്കണം. അപ്പൊ 2 ദിവസമായിട്ട് നയന കനകയുടെയും ഗോവിന്ദന്റെ അരിയിലായിരുന്നു. അപ്പൊ കനക പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം പ്രഗ്നന്റ് ആയതിനു ശേഷം നയന വീട്ടിലേക്ക് വന്ന് അങ്ങനെ നിന്നില്ലല്ലോ. അപ്പൊ നയനയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നയന വന്ന് നിന്നതാ. അങ്ങനെ നയനയെ വിളിച്ചു കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് നയന പറഞ്ഞു, ആദർശേട്ടാ നാളെ ഞാൻ എത്തിയേക്കാന്നൊക്കെ പറയണം. ആദർശ് പറഞ്ഞു, അത് സാരമില്ല, അമ്മയ്ക്ക് നിന്നെ കാണാഞ്ഞിട്ട് ഭയങ്കര വിഷമ. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും. ആഹാരം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും വിളിക്കും. ഈ സമയം ആദർശ് പറഞ്ഞു, അത് ശരിയാ, നീ എത്രയും പെട്ടെന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞോണ്ടാ അമ്മ എവിടെ ഇരിക്കണേ. പിന്നീട് ചോദിച്ചു, അല്ല നവ്യേച്ച എവിടെ ഇല്ലേ? നവ്യേച്ച വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോന്ന് ചോദിക്കാം. ഇപ്പൊ വലിയ കുഴപ്പമില്ലാന്ന് തോന്നേ, ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പറയാൻ പറ്റില്ല, നവ്യയുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ തന്നെ നല്ല മാറ്റമല്ലേ. അത് ശരിയാ, എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല ആദർശേട്ടാ. അതെന്താ? നന്ദുവിന്റെ വിവാഹം മുടങ്ങി, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അഭി ജയിലിലായി. അതുപോലെ തന്നെ നവ്യേച്ചയുടെ സ്വഭാവം പഴയതുപടി തന്നെ ആവുകയും ചെയ്തു. നവ്യേച്ചയ്ക്ക് കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാ, പിന്നെ അങ്ങനെ തന്നെയായി. ഇപ്പൊ ആകെപ്പാടെ പ്രശ്നമാ. ദേ നീ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞു വയറ്റിലുണ്ടെന്നുള്ള ചിന്ത വേണം. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ആദർശേട്ടാ, എന്നാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെന്ന് തോന്നേ. അതെ, കയ്യിലിരിപ്പോണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് അത് കുടുംബത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും അല്ല, കുടുംബത്തിലെ ദോഷമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഹവിയുടെ കയ്യിലിരിപ്പോണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ നിന്റെ നവ്യേച്ചയുടെ സ്വഭാവം അതിനി മാറാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാറണമെങ്കിൽ ഹബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞേ മതിയാവുള്ളൂ. അത് കേട്ടപ്പോ നയന പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടാ, ആദർശേട്ടൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല, ഒരുപക്ഷെ ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേക്കാം. ആദർശ് പറഞ്ഞു, ഏയ് അത് വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. കാരണം നമ്മള് നവ്യനെ കുറിച്ചും നവ്യയുടെ കുഞ്ഞിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. ഒറ്റയടിക്ക് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വല്ലാത്ത തീരാ കണ്ണീരിലേക്ക് ചിലപ്പോൾ നമ്മൾ പോയെന്ന് വരും. നവ്യ എന്തേലും കടുങ്കൈ ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും പിന്നെ തീരാ വേദനയല്ലേ. കുറച്ച് സമയം സംസാരിച്ചിട്ടാണ് ആദർശ് കോള് കെട്ടിയുന്നത്. അതിനൊക്കെ ശേഷമാണ് നന്ദു വീട്ടിലേക്ക് വരുന്നത്. നന്ദു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നയന ചോദിച്ചു, അല്ല നീ ഇത് എവിടെ ആയിരുന്നു ചോദിക്കണം. അതെ, നവീനേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നവീനേട്ടനും അനിയും കൂടെ ഒന്ന് കണ്ടുമുട്ടിയെന്ന് പറയാണ്. ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് നന്ദു പറഞ്ഞു. അല്ല നവീൻ എന്ത് പറഞ്ഞു? അല്ല നവീനേട്ടൻ ട്രീറ്റ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ നവീനേട്ടൻ്റെ മനസ്സിൽ ഏതോ ഒരു പെങ്കൊച്ചുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് അറിയാന്നൊക്കെ വിചാരിച്ച. പക്ഷെ നവീനേട്ടൻ പെങ്കൊച്ചിന്റെ പേരൊന്നും പറഞ്ഞില്ല എന്ന് പറയണം. നയന പറഞ്ഞു, നവീൻ നല്ല ചെറുപ്പക്കാരനാ, എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു. അല്ല ഒരു പെങ്കൊച്ചു മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാൻ വരായിരുന്നോ? നീയും അനിയും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞാനല്ലോ. പറഞ്ഞിട്ടൊന്നുമില്ല, പിന്നെ പറയാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നൊക്കെ പറയണ. പിന്നീട് നയന പറഞ്ഞു, അതെ നിനക്കറിയാലോ, നവ്യേച്ച എന്താണെങ്കിലും എതിർക്കും. നീയും അനിയും തമ്മിൽ ഒന്നിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെങ്കിലും നവ്യേച്ചോ അല്ലെങ്കിൽ ഈ വീട്ടിന് അച്ഛനും അമ്മയും ഒന്നും സമ്മതിക്കില്ല. നീ ഇനിയിപ്പോ അനിയെ കണ്ടെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കും. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, എനിക്കറിയാം ചേച്ചി, പക്ഷെ ഞാൻ അവനെ കണ്ടത് അങ്ങനെ ആയിട്ടല്ല. ഞാനും നവീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങള് കണ്ട് സംസാരിച്ച, അല്ല ഞങ്ങൾ തനിച്ചു പോയിരുന്നൊന്നും അല്ല സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ തന്നെയായാലും അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നന്ദു. വെറുതെ എന്തിനാ? ഇനിയിപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ വിധി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കും. അല്ലാതെ ഇനിയിപ്പോൾ ഒന്നിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ തന്നെ അറിയാലോ, 4 പാടൊന്നും എതിർപ്പാ. ഇത്രയും കാലം നവ്യേച്ചിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നവ്യേച്ചിയാണ് മുന്നിൽ പടവാളമായിട്ട് നിൽക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദു പറഞ്ഞു, അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. നടക്കേണ്ട സമയത്ത് നടക്കും നയനേച്ചി, കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കയറിപ്പോയി. നന്ദുവിന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് നയനയ്ക്കറിയാം. അവള് പുറമേ ഒന്നും പറയുന്നില്ലെന്നുള്ളൂ. പക്ഷെ നന്ദുവിന്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അവള് ജീവിതത്തിൽ ഒരാളെ മാത്രമല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് അനിയെ തന്നെ. അതേസമയം ജാനകിയുടെ അടുത്തേക്ക് ദേവേനി വന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദേവേനി പറഞ്ഞു, ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇന്ന് അനാമികയുടെ കവിളത്ത് നീ അടിച്ചല്ലോ, ആ അടി നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. അത് കേട്ടത് ജാനകി പറഞ്ഞു, അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അവളെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ലോ ഏട്ടത്തി, അതുകൊണ്ടാ. പക്ഷെ ഇന്ന് എനിക്ക് 2 കൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവളുടെ മാത്രമല്ല ആ വേണുവിന്റെ കർണത്തും കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു സങ്കടമുണ്ട്. ദേവേനി പറഞ്ഞു, ഇതൊക്കെ നേരത്തെ അറിയാവുന്നോണ്ടാ പറഞ്ഞേ അവളുടെ സ്വഭാവം ശരിയല്ലാന്ന്. അപ്പൊ നീ അവളെ എടുത്ത് തലയെ വെച്ചോണ്ടിരുന്നു, ഇപ്പൊ മനസ്സിലായില്ലെന്ന് ചോദിക്കുക. അതെ, ഇപ്പോഴെനിക്ക് സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ട. പാവം എന്റെ അനി,
അവള് കാരണം എത്രമാത്രം വേദനിച്ചെന്നറിയാവോ. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ശരിക്കും പറഞ്ഞാലേ അവൾക്കൊട്ട് കൊടുക്കാൻ പറ്റുന്ന അടി കർണത്തിനിട്ടല്ല, പിന്നെയോ അവൾക്കോട് കൊടുക്കാൻ പറ്റുന്ന അടി എന്ന് പറഞ്ഞാൽ അനിയൻ നന്ദുവിനെ കൂടെ ഒന്നിപ്പിക്കണം. അനിയൻ നന്ദുവിനെ ഒന്നിപ്പിക്കണം, അതാണ് കൊടുക്കേണ്ട അടി എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എടുത്തി. അതെന്താ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 3 മക്കള് ഈ കുടുംബത്തിലെ മരുമക്കളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമാണ്. അതൊരിക്കലും ശരിയാകത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നന്ദുവിനെ ഈ കുടുംബത്തിലേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ചേച്ചി നവ്യ തന്നെ എതിർത്തിരിക്കുമല്ലേ. ദേവേനി പറഞ്ഞു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്കും നന്ദുവിനും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ആ ബന്ധം നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പം എനിക്ക് വേണ്ടിയിട്ട് നീ എത്ര നല്ല പെൺകുട്ടിയെ കൊണ്ടെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അവര് സെറ്റാവില്ല. കാരണം അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു മാത്രമാണ്. അത് നീ മനസ്സിലാക്കണം. ഇനി അവന്റെ ജീവിതം തല്ലിക്കെടുത്താണ്ട് നീ ശ്രമിക്കരുത്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ഏട്ടത്തേക്ക് ഇതൊക്കെ പറയാം, എന്റെ മനസ്സിലെ വിഷമം എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. ജാനകി, ഇതുപോലെ തന്നെ മുമ്പേ നിന്നെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, അറിയാലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്ക് എന്താണെങ്കിലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്ന എനിക്ക് താല്പര്യം. അതും പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി. അതൊട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ജാനകി. കാരണം ജാനകിക്ക് അനാമികയുടെ സ്വഭാവമൊക്കെ മനസ്സിലായി. പക്ഷെ നന്ദു അനിയും ഒന്നിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ സമയം വേണുവും അനാമിയും കൂടെ നേരെ സച്ചിയെ കാണാനായിട്ട് ചെല്ലുവാണ്. സച്ചിയെ കണ്ട കാര്യങ്ങളൊക്കെ പറയണം. വഴി വെച്ച് കണ്ട കാര്യങ്ങളും കർണത്ത് തല്ലി കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ഇപ്പോഴും അവർക്ക് നിന്നോടുള്ള പക തീർന്നിട്ടില്ലല്ലേ അനാമികെ. അത് പക തീർന്നിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോഴാണെങ്കിലോ അഭിയേട്ടൻ ജയിലിലുമാണ്. അഭിയേട്ടനെ വെച്ച് എന്തെങ്കിലും കളി കളിക്കാന്ന് വെച്ചാൽ അതൊട്ടും നടക്കത്തുമില്ല. സച്ചി പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, അവൻ ജയിലിലാന്നുള്ള കാര്യം. പക്ഷെ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാന്ന് പറയണം. വേണു പറഞ്ഞു, എല്ലാ കളികളും പാളിപ്പോവല്ലേ ചെയ്യുന്നേ. പാമ്പിനെ കൊണ്ടൊന്ന് കൊത്തിക്കാൻ ശ്രമിച്ചു, അതും നടന്നില്ല. അനാമികളെ, അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല അച്ഛാ. അവൾക്ക് മുടിഞ്ഞ ഭാഗ്യമുള്ളവളാ ആ നയനെന്ന് പറയുന്നവള്. സച്ചി പറഞ്ഞു, എത്ര ഭാഗ്യമുള്ളവളാണെങ്കിലും ഒരു ദിവസം വീഴും. അന്ന് നന്ദു എന്ന് പറയുന്നവൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഞാനൊന്ന് സർവീസ് കയറിക്കോട്ടെ, അധികം വൈകാതെ എന്റെ സസ്പെൻഷനൊക്കെ മാറും. അപ്പം ഞാൻ സർവീസ് കയറും. ആ സമയത്ത് എന്റെ അണ്ടറിലെങ്ങാനും അവള് വരുവാണെങ്കിൽ അവൾക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അനാമി പറഞ്ഞു, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് സച്ചേട്ടാ, നല്ല പണി തന്നെ കൊടുക്കണമെന്ന് പറയാം. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയം വേണു പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാത്ത അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ വാങ്ങിയെടുക്കാന്ന് ഓർത്താ അത് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഇനിയിപ്പം ഡിവോഴ്സും കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഉറപ്പായിട്ടും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. സച്ചി പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് നടക്കാതിരിക്കാനുള്ള വഴികളൊക്കെ നോക്കണമെന്ന് പറയണം. എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. കാരണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ കണക്ക് സച്ചിക്കറിയാം അനാമിയും വേണും കൂടെ നിൽക്കുന്നു. അതുപോലെ തന്നെ സച്ചിനെ പിടിച്ച കാര്യം ഉണ്ടെന്നുള്ള കാര്യം അനാമിക്കും വേണുവിനും അറിയാം. അതാണ് കാണാൻ പോയിരിക്കുന്നത്. ഇനിയിപ്പോ അഭിയും കൂടെ പുറത്തിറങ്ങിയാൽ മതി. എല്ലാരും കൂടെ കൂടിയിട്ട് അടുത്ത പ്ലാനൊക്കെ തയ്യാറാക്കും. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അനന്തപുരി വീട്ടിലേക്ക് നയന വരുവാണ്. നയന വന്നങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് ആദർശ് നയനയോട് പറഞ്ഞു, അതെ, എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇപ്പം. എന്താ ആദർശേട്ടാ? അല്ല, അനിയുടെ കാര്യം ഓർത്തിട്ടെ അവൻ ഇപ്പൊ കമ്പനി കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഒരു പക്ഷെ നന്ദുവിനെ കിട്ടില്ല എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം അങ്ങോട്ട് മാറും. അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതെനിക്കറിയാം ആദർശേട്ടാ. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും പേടിക്കണ്ട. കാരണം അനാമികമായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ലോ. അതൊക്കെ നടന്നതിന് ശേഷം മാത്രം നമ്മൾ പേടിച്ചാൽ മതി. എന്നാലും അതധികം നാൾ നീണ്ടൊന്നും പോകത്തില്ലല്ലോ. ഡിവോഴ്സും കാര്യങ്ങളും ഉടനെ തന്നെ കിട്ടും. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഒന്നാമതിന് തടസ്സമില്ല. പക്ഷെ നിന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇവിടെയാണെങ്കിലോ ഇളയമ്മയാണെങ്കിലും സമ്മതിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു പുതിയ ശത്രു കൂടെ ഉണ്ടായിരിക്കുമല്ലേ നിന്റെ ചേച്ചി നവ്യ. അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കലെന്ന് വെല്ലുവിളിച്ചിരിക്കുമല്ലേ. അത് ശരിയാ ആദർശേട്ടാ. എനിക്കാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ രണ്ടുപേരും ഒന്നിക്കുന്ന കാരണം ഇഷ്ടം. കാര്യം നമ്മൾ എല്ലാവരോടും പറയും അവരൊന്നിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ അനിയും നന്ദുവും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന കാണാൻ ആഗ്രഹം. ആദർശ് പറഞ്ഞു, അതുപോലെ തന്നെ എന്റെ മനസ്സിൽ ആഗ്രഹം. കാരണം അവൻ എന്റെ അനുജനാ. ഇനി അവൻ കണ്ണീര് കുടിക്കുന്ന കാണാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരും കൂടെ ഒന്നായി മതിയായിരുന്നു പറയണ. ഈ സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി എന്താണെങ്കിലും 14 ദിവസം കഴിയാതെ അഭി പുറത്തിറങ്ങത്തില്ല. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒന്നിനെ വെറുതെ വിട്ടുകൂടാ. നന്ദു കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നന്ദു നയനയുമാണ് ഇപ്പൊ തന്റെ ഏറ്റവും വലിയ ശത്രുക്കള്. ഇതങ്ങനെ പോയിട്ട് കാര്യമില്ല. എന്തേലും ഒരു പണി കൊടുത്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ നവ്യയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.